ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നടൻ ശ്രീനിവാസൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ശ്രീനിവാസൻ, ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയുണ്ട്? പ്രതികരണം നല്ല പ്രതികരണമാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉദയനാണ് താരം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. പ്രമേയത്തിലും കഥാപാത്രങ്ങളുടെ തുടർച്ചയിലുമൊക്കെ ചില സമാനതകൾ ഉണ്ട് ഉദയനാണ് താരവും സരോജ് കുമാറുമായി. ബോക്സ് ഓഫീസ് സീറ്റിന്റെ കാര്യത്തിലും ഈ തുടർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പ്രതീക്ഷ എന്ന് പറയുന്നത് ആഗ്രഹം ആണല്ലോ. പിന്നെ ഉദയനാണ് താരത്തിലെ എന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് അതിന്റെ രണ്ടാം ഭാഗമാണോ ഇതെന്ന്. പക്ഷേ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം ഉദയഭാനു, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായി മാറിയ മധുമതി, അവരുടെ ആ കഥാപാത്രങ്ങൾ ഇതിൽ തീരെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കഥ ആ സിനിമയിൽ ഏകദേശം അവസാനിച്ചതാണല്ലോ. ഇനി അതെടുത്ത് അതിന്റെ ബാക്കി ഭാഗം കാണാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്രയാസമാണെന്ന് തോന്നിയതുകൊണ്ട്, പിന്നെ സരോജ് കുമാറിന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു പ്രസക്തി സ്വല്പം കൂടി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടും സരോജ് കുമാറിനെയും അതിൽ ബാക്കിയുള്ള മറ്റു കഥാപാത്രങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു പുതിയ കഥ ഉണ്ടാക്കുകയായിരുന്നു. ഉദയനാണ് താരത്തിന്റെ പ്രസക്തി അടക്കം പറച്ചിലുകൾ മാത്രമായി നിന്നിരുന്ന താരാധിപത്യത്തെ സിനിമാ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തി നല്ല ധൈര്യത്തോടെ വിമർശിക്കുന്നു. അതിൽ അത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയനായിട്ടുള്ള സൂപ്പർ താരം തന്നെ നല്ല അഭിനയം കാഴ്ചവെക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പുകൾ എത്രമാത്രം തെറ്റായിരുന്നുവെന്ന് അദ്ദേഹത്തിന് കൂടി നൽകുന്ന ഒരു നല്ല പാഠം. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉദയനാണ് താരത്തിനുണ്ടായിരുന്നു. താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ പിന്തുടർച്ചയായി പ്രേക്ഷകർ പറയുന്ന സരോജ് കുമാറിന്റെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്താണ്? സരോജ് കുമാറിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്രയും കാലം സിനിമയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് കളിയാക്കപ്പെടേണ്ടതും പരിഹസിക്കപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതുമായ നിരവധി കാര്യങ്ങളുണ്ട് എന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കാര്യങ്ങൾ ഇതിൽ ആ രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനോഭാവത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അതിൽ വ്യക്തി എന്ന് പറയുന്ന ഒരാളെ ആക്രമിക്കാനോ പരിഹസിക്കാനോ സിനിമ എന്ന് പറയുന്ന മീഡിയത്തെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹൻലാലിനെയും മമ്മൂട്ടിയെല്ലാം കണക്കറ്റ് വിമർശിക്കുന്നുണ്ടായിരുന്നു ഉദയനാണ് താരത്തിൽ. പക്ഷെ അതിലും വലിയൊരളവ് വരെ മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. സരോജ് കുമാറിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും മമ്മൂട്ടി ഒഴിവാക്കി മോഹൻലാൽ വിമർശനത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് വിമർശനമാണെങ്കിൽ സഹിക്കാമായിരുന്നു. പക്ഷെ കരിവാരിത്തേക്കലാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് ഇതിനോടകം പ്രതികരണങ്ങളുണ്ട്. ബ്ലോഗുകളിലും അല്ലെങ്കിൽ ഇന്റർനെറ്റുകളിലെ അത്തരം സൈറ്റുകളിലുമൊക്കെ ഇത്തരം വിമർശനങ്ങളുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇങ്ങനൊരു വ്യക്തിവിരോധം തീർക്കലാകുന്നു എന്ന വിമർശനത്തിന് ഇടവരുത്തുന്ന വിധത്തിലായിപ്പോയോ ഇതിന്റെ തിരക്കഥ, ഇതിന്റെ മറ്റ് ചേരുവകൾ? അതായത് ഏത് ഭാഗത്താണ് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, കേണൽ പദവി കിട്ടുന്ന സമയത്തെ താങ്കളുടെ കഥാപാത്രത്തിന്റെ പ്രതികരണം, അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട് സരോജ് കുമാർ എന്ന കഥാപാത്രം നടത്തുന്ന പ്രതികരണം. ഒരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും. അതായത് ഈ മുകേഷ് എന്ന് പറയുന്ന കഥാപാത്രം ഒരാൾക്ക്, അതായത് വട്ടവിള ജയകുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് കേണൽ പദവി കിട്ടിയപ്പോൾ സരോജ് കുമാറിനും ഒരാഗ്രഹം തോന്നി കേണലാവാൻ. അതിനുവേണ്ടി അദ്ദേഹവും ചെയ്തു കുറച്ച് പട്ടാളപ്പടങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് സരോജ് കുമാർ എന്ന് പറയുന്ന സങ്കല്പ കഥാപാത്രത്തിന്റെ ആഗ്രഹമായിട്ടാണ് നമ്മളതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഒരാൾക്ക്, അത് തന്നെ ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ആ പദവി നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. കേണൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം, കേണൽ പദവി സാധാരണഗതിയിൽ മിലിറ്ററിയിൽ അങ്ങനെ എന്താ പറയാ ഒരു ഹോണററി ഇതായിട്ട് കൊടുക്കാറില്ല. അപ്പൊ എല്ലാം കഥയാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആനക്കൊമ്പിന്റെ കഥയോ, അത് കാളക്കൊമ്പാണ്, അത് ആനക്കൊമ്പായി പറയണം എന്ന് പറയുന്നതോ? അതങ്ങനെ മോഹൻലാൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാലിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ആനക്കൊമ്പ് കണ്ടെത്തിയത്. ഇതിപ്പോ കൃത്യമായ ഒരു അന്വേഷണം നടത്തി തെളിയിക്കേണ്ടതൊന്നുമല്ല. നാട്ടിൽ മലയാളികൾ നല്ല ബുദ്ധിയുള്ളവരാണ്. അവരുടെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന തരത്തിൽ താങ്കൾ പ്രതികരിക്കരുത്. അതായത് ഈ
ആനക്കൊമ്പ് എന്ന് പറയുന്ന സാധനത്തെ പറ്റി സരോജ് കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ ഇത് കാളക്കൊമ്പാണ്. പക്ഷെ ന്യൂസ് പുറത്തു വിടുമ്പോൾ ആനക്കൊമ്പാണെന്നേ പറയാവൂ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചിലാണെന്നാണ്. അപ്പോ ഇതില് ആക്ഷേപം എന്താണുള്ളത്? ആരെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് പിന്നെ ആനക്കൊമ്പ് അല്ല എന്നല്ലേ പറയുന്നത്? ശ്രീ ശ്രീനിവാസൻ, അത് ആനക്കൊമ്പല്ല കാളക്കൊമ്പാണ് എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആക്ഷേപമോ ആക്ഷേപഹാസ്യമോ അത് ആർക്കെതിരെയുള്ള വിമർശനമാണ്? അത് ആർക്കെതിരെയുള്ള വിമർശനമല്ലല്ലോ, അതിനകത്ത് വെറും ഹ്യൂമർ മാത്രമേ ഉള്ളൂ, സിമ്പിൾ ഹ്യൂമർ. താങ്കളുടെ ഈ സിമ്പിൾ ഹ്യൂമർ ഈ പറയുന്ന ഉദയനാണ് താരത്തിൽ പ്രയോഗിച്ചപ്പോൾ ഈ താരരാജാക്കന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ഔപചാരികമായിട്ടാലും അനൗപചാരികമായിട്ടാലും ഒക്കെ ഇതിനെപ്പറ്റി താങ്കൾ സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനെപ്പറ്റി അവർക്ക് ഒരു ആക്ഷേപമുള്ള ഒരു കാര്യമായിട്ട് അവരൊരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ല. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമോ? ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എന്നോടാരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ താങ്കളുടെ ഒപ്പം സഹകരിച്ച ആർക്കെങ്കിലുമെതിരെ ഈ താരരാജാക്കന്മാരോ അവരുടെ കൂട്ടാളികളോ ഭീഷണി സ്വരത്തിൽ സംസാരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എസ് കുമാറിനെ ഒരാൾ വിളിച്ചു എന്ന് എസ് കുമാർ എന്നോട് പറഞ്ഞു. പിന്നെ അതെന്ന് പറയുന്നത് ആ രീതിയിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം അങ്ങനെ ഇപ്പം ഒരുപാട് ആളുകൾ കാണുന്ന സിനിമ എന്ന മീഡിയത്തിൽ കൂടി വിമർശിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഞാൻ വളർന്നിരിക്കുന്നു എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ അയാള് ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. തിരികെ എത്താം. ഇപ്പോൾ എസ് കുമാർ, ഛായാഗ്രാഹകൻ, ടെലിഫോൺ ലൈനിൽ. ശ്രീ എസ് കുമാർ, ആരെങ്കിലും ഒരാളാണോ താങ്കളെ വിളിച്ച് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചത്? എന്നോട് ശരിക്കും വിളിച്ചത് ആന്റണി പെരുമ്പാവൂരായിരുന്നു. ഞാനത് സീനിയടുത്ത് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ഒരു വിഷമം പിന്നെ വന്നാലോ, പിന്നെ എന്നെ രാവിലെ വിളിച്ചിട്ട് ആന്റണി പെരുമ്പാവൂർ വിളിച്ചു പറഞ്ഞു. എന്നത് എന്നെ ഇത്രയും കാലമായിട്ട് പുള്ളിക്കാരൻ മോഹൻലാലിന്റെ ഡ്രൈവറായിരുന്ന സമയത്ത് പോലും എനിക്ക് ഈ എന്നെ ഫോണിൽ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു കോൾ വരുന്നത്. രാവിലെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മോഹൻലാൽ സാറിന്റെ ഫ്രണ്ടല്ലേ, അപ്പൊ സാറൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പം ഇതൊക്കെ ആലോചിക്കാൻ പാടില്ലേ അങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറയും, ആന്റണിക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആന്റണി പിന്നെ ശ്രീനിവാസനെ വിളിച്ച് പറയൂ, അതല്ലേ ശരി. ഞാൻ അതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫർ മാത്രമായിരുന്നു. പിന്നെ അതിന്റെ കഥ ഉണ്ടാക്കുന്ന സമയത്തും സ്ക്രിപ്റ്റിംഗ് സമയത്തും ഒക്കെ എന്റെ പ്രൊഡ്യൂസറും എന്റെ ഡയറക്ടറും ഒക്കെ ആയിരിക്കും കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആന്റണിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആന്റണി അവിടെ ചോദിക്കൂ എന്ന് പറയുമ്പോൾ ആന്റണി വളരെ മോശമായിട്ട് പ്രതികരിക്കുകയും ചെയ്തത്. അയാളിപ്പോ അവിടെ ഉണ്ട്, അയാളെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. സാറിന് സീനിയർ സാറിനൊക്കെ വിളിക്കുന്ന എനിക്കറിയാവുന്നുള്ളത്. അയാളിപ്പോ എവിടെ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, പുള്ളിക്കാരിപ്പം നാറുവല്ലുണ്ട്, ഷൂട്ടിങ്ങിലാണ്. ഞാൻ അങ്ങോട്ട് നേരിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, സന്തോഷ് പണ്ഡിറ്റിനെ ഉപയോഗിച്ചിട്ട് ഞാൻ കാശ് ചെലവാക്കിയിട്ട് പുള്ളിയെ കൊണ്ട് പുള്ളിയുടെ മകനെയും ഞാൻ ആക്ഷേപിച്ച് നിൽക്കുന്ന സിനിമകൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആന്റണി അതൊക്കെ വിട്ടോളൂ, ഇതൊക്കെ ലാലിന് ഉദ്ദേശിക്കുന്ന പ്രശ്നം. ലാലും ഷീനിയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അത് അവരുടെ എന്തെങ്കിലും സംസാരിച്ച് തീർന്നോളും. ഷീനിനകത്ത് പിന്നെ ആന്റണിനകത്ത് ഇടയ്ക്ക് എന്നിട്ടൊന്നും പറയണ്ട. ആന്റണി വെറുതെ അവസാനം ഒറ്റപ്പെടും. ഞാൻ ഒറ്റപ്പെട്ടാലും പ്രശ്നമില്ല, ഞാൻ ഇതിനകത്ത് പ്രതികരിക്കുക ചെയ്യും. ലാസാറിന് വേണ്ടി ഞാൻ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്ത് എന്നിട്ട് കുറച്ച് മോശമായിട്ട് ഷീനിയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആന്റണിയോട് ചോദിച്ചു, ഞാനത് ഷീനിയെ വിളിച്ച് പറയട്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞോളൂ എന്ന് പറയൂ. തിരികെ എത്താം. ശ്രീനിവാസൻ, താങ്കളുടെ ഈ സിമ്പിൾ ഹ്യൂമർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കുറഞ്ഞപക്ഷം ഛായാഗ്രഹൻ എസ് കുമാറിനെങ്കിലും നല്ല അനുഭവമല്ല നൽകുന്നത്. അത് ഈ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ. എസ് കുമാർ അദ്ദേഹത്തിന്റെ പേരിലൊരു അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ കുമാറിന് അറിയാം. കുമാറിന് തോന്നുന്നത് പോലെ, കുമാറിന്റെ മനസ്സിലുള്ളതുപോലെ പ്രതികരിച്ചിരിക്കും. എനിക്കിതൊന്നൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നതേ ഇല്ല. ശ്രീനിവാസൻ, താങ്കൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഇത് സിമ്പിൾ ഹ്യൂമറാണ്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന താരങ്ങളുമായോ ഒന്നും നേരിട്ട് ബന്ധപ്പെടുന്നേയില്ല. മാത്രമല്ല, നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത് എന്ന്. അങ്ങനെയല്ല എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പറയുന്നുവെങ്കിൽ അത് മോഹൻലാലിന്റെ സമ്മതത്തോടെ തന്നെ ആയിരിക്കും. അല്ല, ഇതെന്ന് പറയുന്നത് എനിക്ക് അപ്പം ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഏത് ഘട്ടത്തിലാണ് ഈ സിനിമയിൽ ഇങ്ങനെ വ്യക്തികളെ പിന്നെ നിർത്തിക്കൊണ്ട് പിന്നെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സംഭവത്തോടാണ് അവരുടെ കാര്യവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്ന് തോന്നിയത്?
ഇത്ര യുക്തിപരമായിട്ടൊന്നുമല്ല ആളുകൾ കാര്യങ്ങൾ കാണുക. അവരെ ചൊടിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. താങ്കൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭം കൂടി അല്ലേ ഇത്? ഇപ്പോ ഉദയനാണ് താരം വന്നപ്പോൾ ഇത്തരം ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല. അത് അതിന്റെ കലാമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ വിമർശനങ്ങളിലെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുകയായിരുന്നു ഇവരെല്ലാം. ഒരുപക്ഷെ ആ ഘട്ടത്തിൽ ഇവരാരെങ്കിലും പ്രതികരിച്ചാൽ അപഹാസ്യരാകുന്നത് അവരായിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ കൂടുതൽ പരിഹാസ്യമായ നിലയിലേക്ക് താങ്കൾ തന്നെ ആ വിമർശനത്തെ താഴ്ത്തിക്കെട്ടുമ്പോൾ ഈ സിനിമയിലൂടെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നവർക്ക് മേൽക്കൈ കിട്ടും. ഉദയനാണ് താരത്തിൽ നിന്നും സരോജ് കുമാറിലേക്ക് വരുമ്പോൾ അധപ്പതിച്ചത് ശ്രീനിവാസനാണോ? താങ്കൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും അധപ്പതിച്ചിട്ടില്ല. പക്ഷെ അതായത് ഞാനിപ്പോഴും പറയുന്നു, അതായത് ആ സിനിമ കാണുമ്പോൾ ഏത് സന്ദർഭങ്ങളിലാണ് ഈ വ്യക്തികളെ ആക്ഷേപിച്ചതായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞാൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റും. കാരണം യഥാർത്ഥത്തിൽ ഞാൻ ഈ മീഡിയ ഉപയോഗിച്ചിട്ട് ആളുകളെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ ആക്രമിക്കാൻ ഞാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയായിരിക്കണം. അത് ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി ഇവരെയൊക്കെ കളിയാക്കി ശ്രീനിവാസൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ ശ്രീനിവാസൻ എന്നത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ അദ്ദേഹത്തിന് മലയാള ചലച്ചിത്ര രംഗത്ത് നടൻ നിലയിലും തിരക്കഥാകൃത്ത നിലയിലും ഒരു സ്ഥാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനമായി അതിനെ പ്രേക്ഷകർ വിലയിരുത്തും. പക്ഷെ അങ്ങനെയല്ല, താങ്കളെ കളിയാക്കിക്കൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഇറങ്ങി വന്നാൽ അതൊരു ഭീഷണിയായി തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. കാരണം എന്താ അറിയോ, ഇപ്പൊ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു മീഡിയത്തിൽ കൂടി പരിഹസിക്കാൻ മാത്രം ഞാൻ വലുതായി എന്ന് പറയുന്നത് വലിയ ബഹുമതിയായിരിക്കും. പക്ഷെ അതിന് ഒരു ഉപയോഗിക്കുന്ന കരു സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിൽ ആരായാലും എന്ത്. വളരെ നന്ദി.